ഇന്ന് നമുക്ക് 2.5 മീറ്റർ തുണിയും കൊണ്ട് ഒരു ലെയർ കട്ട് സ്കേർട്ട് വെച്ചാലോ. പാനലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണോ സ്കേർട്ടിന്റെ ലെങ്ത് അതേ ഹരണം 4, 3 പാനലാണെങ്കിലും അതേ ഹരണം 3. ഞാനിവിടെ 4 കൊണ്ട് വരയ്ക്കും. എനിക്ക് 8.7 ഇഞ്ച് കിട്ടി. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പായ 1 ഇഞ്ച് ചേർത്തിട്ട് 9.7 ഇഞ്ചിൽ ഞാൻ 4 പാനലിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് 4 പാനൽ മാത്രം പോരാ, ബാലൻസ് ക്ലോത്തും കൂടി നമുക്ക് ആവശ്യമുണ്ട്. എനിക്കിവിടെ 5 പാനൽ കിട്ടിയിട്ടുണ്ട് ടോട്ടല്. ഈ തുണിക്ക് 42 ഇഞ്ച് വീതിയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ബാലൻസ് ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വെച്ചടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ തുണി കുറവായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പാനൽ കട്ട് ചെയ്തതിന് ശേഷം എത്രയൊക്കെ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിന്റെ വിട്ടാണല്ലോ ഇതിന്റെ ഇമ്പോർട്ടന്റ്. നല്ല നമുക്ക് ചുരുക്കം നല്ല രീതിയിൽ കിട്ടുള്ളൂ. സ്കേർട്ടിന്റെ ഒരു വശത്തെ വീതിയാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ തുണിയുടെ നീളവും വീതി അനുസരിച്ച് ഇതിനകത്തൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഫസ്റ്റ് പാനൽ ഞാനിവിടെ 30 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് 1 സൈഡ് ആണെന്ന് ഓർക്കണം. പിന്നെ 10 ഇഞ്ച് കൂട്ടിയാണ് താഴേക്ക് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പാനൽ നമ്മുടെ ഹിപ്പ് സൈസിനേക്കാളും 10 ഇഞ്ചെങ്കിലും കൂടുതൽ എടുക്കണോട്ടോ, എന്നാലേ വിരിവുണ്ടാവുള്ളൂ. ഹിപ്പ് സൈസ് കുറവാണെങ്കിൽ നമുക്ക് 20, 30, 40, 50 ഈ ഒരു ക്രമത്തിൽ പോകാം. ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്നത് ബാൻഡാണ്. ബാൻഡിന്റെ നീളം എന്നുള്ളത് ഹിപ്പ് റൗണ്ട് പ്ലസ് 5 ആണ്. 1 ഇഞ്ച് എലാസ്റ്റിക് ആണ്, അതുകൊണ്ടാണ് 3 ഇഞ്ച് വിട്ട് കൊടുത്തിരിക്കുന്നത്.